പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ആദ്യമായി കാണിക്കുന്നത് നന്ദുവിൻ്റെ വീടാണ്. അവിടെ ഹാളിൽ എല്ലാവരും ഇരുന്നിട്ടുണ്ട്, നന്ദു ഒഴികെ. ദേവയാൻ ഇങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, നന്ദു കരാട്ടെ പഠിക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, പെൺകുട്ടികളായാൽ ഇതൊക്കെ പഠിച്ചിരിക്കണം ഇന്നത്തെ കാലത്ത്, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാമല്ലോ. അന്നേരം നയന പറയുന്നുണ്ട്, അത് ശരിയാണ്, അതൊക്കെ അറിയുന്നത് കൊണ്ട് ഇനിയിപ്പം ട്രെയിനിങ് ക്യാമ്പിൽ അവൾ പോയാലോ അവൾ തന്നെ ആയിരിക്കും ടോപ്പ്. അപ്പോൾ നവ്യയും പറയുന്നുണ്ട്, അവളുടെ ഫൈറ്റൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാമോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശിനെയാണ്. എല്ലാം അറിഞ്ഞ ആദർശ് വളരെ വിഷമത്തിലാണ്. അത് ആദർശ് അച്ഛനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചെറിയച്ഛനോടും ഒക്കെ പറയുന്നുണ്ട്, ഇത് ഞാൻ നേരിട്ട് കണ്ടതാണ്, രണ്ടുപേരും നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, കുറച്ച് ദിവസങ്ങളായി അവളുടെ ഓരോ പ്രവൃത്തിയിലും എനിക്കും സംശയമുണ്ടായിരുന്നു. അപ്പോൾ അജയനും പറയുന്നുണ്ട്, വീട്ടിനുള്ളിൽ രണ്ടാളും കീരിയും പാമ്പും പോലെ, പുറത്തിറങ്ങിയാൽ വളരെ സ്നേഹത്തിൽ, ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് മുത്തശ്ശനോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മയും അവളും തമ്മിൽ സ്നേഹത്തിൽ കഴിയാൻ വേണ്ടി ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നു എന്നറിയാമോ മുത്തശ്ശന്. പ്രത്യേകിച്ച് ആ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം അമ്മ അവളോട് വെറുപ്പോടെ സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാനേ കഴിയുമായിരുന്നില്ല. ഇത്ര നാളും അവളെ വെറുപ്പോടെ കണ്ടിരുന്നത് കൊണ്ട് അമ്മയ്ക്ക് അത് പറയാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടാകും. പക്ഷേ ആരോട് പറഞ്ഞില്ലെങ്കിലും അവൾ എന്നോട് പറയേണ്ടതായിരുന്നില്ലേ മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, തീർച്ചയായും നയനക്ക് നിന്നോട് പറയാമായിരുന്നു, ഇത് അവളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു തെറ്റ് തന്നെയാണ്. പക്ഷേ മോനെ, ഇത് ഇത്ര വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? എടുക്കണം മുത്തശ്ശ. അവളെ ഞാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഒരു കാര്യവും ഞാൻ അവളിൽ നിന്ന് മറച്ചു വെച്ചിട്ടില്ല. എല്ലാ കാര്യവും ഞാൻ അവളോട് പറയുമായിരുന്നു. പക്ഷേ അവളിപ്പോൾ എന്നോട് ചെയ്തത് എനിക്കത് വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് അവളോട് വെറുപ്പുമുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എൻ്റെ കൂടെ നിൽക്കണം. മുത്തശ്ശനും അത് അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് അവിടുന്ന് പോകുന്നുണ്ട്. അതിലിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് പിന്നെയും രണ്ടുപേരും തമ്മിൽ പണ്ടത്തെ പോലെ ആകുമോ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, തൽക്കാലം ഈ കാര്യത്തിൽ നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലിടയ്ക്ക് നമ്മുടെ അനി നന്ദുവിനെ കാത്തിങ്ങനെ പുറത്തു നിൽക്കുന്നുണ്ടല്ലോ. നന്ദുവിനാണെങ്കിൽ അനിയെ കാണണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അവിടെയുള്ളവരുടെ കണ്ണ് വിട്ടിച്ച് പുറത്ത് കടക്കാനൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് നന്ദുവും വളരെ വിഷമത്തിലാണ്. ഒടുവിൽ അനി എന്ത് ചെയ്യുന്നുണ്ട്, നന്ദുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വല്യമ്മയുടെ കാറ് പുറത്ത് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, വല്യമ്മ ഉണ്ടോ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനി തിരിച്ച് പോകുന്നുണ്ട്. തിരിച്ചു പോയിട്ട് പിന്നെയും പുറത്ത് കാത്തു നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമിക പുറത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് ജലജി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ മോളെ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഇതാ എല്ലാവരുടെയും കണ്ണും വെട്ടിച്ച് അനു പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്നെയും കൂടെ കൂട്ടാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അവൻ പോയത് നന്ദുവിനെ കാണാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. എന്നിട്ട് പിന്നെ അനാമിക പറയുന്നുണ്ട്, അവനെ എന്നെ വേണമെങ്കിൽ ഞാനും കടുത്ത തീരുമാനമെടുക്കും, എനിക്കും അവനെ വേണ്ട എന്ന്, സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് എന്നിങ്ങനെയൊക്കെ ജലജയോട് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് അനാമിക പോകുന്നുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവളും മിക്കവാറും ഇവിടുന്ന് വേഗം തന്നെ പടിയിറങ്ങാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, പോകുന്നവരൊക്കെ പോകട്ടെ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവയാനിയെയും നന്ദുവിനെയുമാണ്. നന്ദുവിൻ്റെ റൂമിലാണുള്ളത് അവർ രണ്ടുപേരും. എന്നിട്ട് ദേവയാനി കാര്യങ്ങളൊക്കെ പിന്നെയും ഇങ്ങനെ നന്ദുവിനോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, അനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിൽ നീ ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ട് എപ്പോഴും. അത് പാടില്ല മോളെ. നമ്മൾ കാരണം ഒരാളുടെ ജീവിതം നശിച്ചാൽ അതിൻ്റെ കുറ്റബോധവും പേറി നമ്മൾ ജീവിക്കേണ്ടി വരും. അത് മോളുടെ ഔദ്യോഗിക ജീവിതത്തെ പോലും ബാധിക്കും. അതുകൊണ്ട് അനിയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും പാടില്ല കേട്ടോ മോളെ എന്നിങ്ങനെയൊക്കെ നല്ല രീതിയിൽ നല്ല സ്നേഹത്തിലൊക്കെ ഉപദേശിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി നന്ദുവിനെ. പിന്നെ കാണിക്കുന്നത് ആളിൽ ഇങ്ങനെ ഗോവിന്ദനും കനകയും എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലും ഒക്കെയാണ് നന്ദു പോകുന്നത് കൊണ്ട്. പിന്നെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ കഴിയും നന്ദുവിനെ. പിന്നെ കാണിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ അനി കുറേ നേരം വീട്ടിന് വെളിയിൽ നന്ദുവിനിങ്ങനെ കാത്ത് നിന്നിരുന്ന അനി ഒടുവിൽ അവൾ വരാത്തപ്പോൾ ക്ഷമ നശിച്ച് നന്ദുവിനെ കാണാനായി വീട്ടിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അനിയെ കണ്ട് ഗോവിന്ദനും കനകയും എല്ലാവരും ഞെട്ടുന്നുണ്ട്. മോനെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കനക. അപ്പോൾ അനി പറയുന്നുണ്ട്, നന്ദു ഇന്ന് പോകുന്നതല്ലേ, അവളെ ഒന്ന് കാണാൻ വന്നതാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് റൂമിൽ നിന്ന് നമ്മുടെ ദേവയാനിയും നന്ദുവും ഓരോന്നും സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്.
അനിയെ കണ്ടിട്ട് ദേവയാനിയും നന്ദുവും ദേവയാനിയെ കണ്ടിട്ട് അനിയും ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അവരെങ്ങനെ അന്തിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.